സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിന്റെ പേരിൽ സപ്ലൈകോ നോട്ട്ബുക്ക് ഇറക്കുന്നു. കോട്ടയത്തുണ്ടായ വാഹനാപകടത്തിലാണ് ആലിൻ ഷെറിൻ എബ്രഹാം മരിച്ചത്. മന്ത്രി അനൂപ് ജേക്കബ് നാളെ കൊച്ചിയിൽ വെച്ച് ബുക്ക് പുറത്തിറക്കും. തികച്ചും അഭിനന്ദനീയമായൊരു മാതൃക തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. മാസങ്ങൾക്ക് മുൻപ് കോട്ടയം പള്ളത്തിനടുത്തുണ്ടായ വാഹനാപകടത്തിലാണ് ആലിൻ ഷെറിൻ എബ്രഹാം മരിച്ചത്. ആലിനും കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ മറ്റൊരു കാർ വന്നിടിച്ചാണ് അപകടമുണ്ടായത്. തുടർന്ന് ആലിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ മാതാപിതാക്കൾ സമ്മതിക്കുകയായിരുന്നു. ഇത് ഭാരതത്തിന് അപ്പുറത്തു നിന്നും വലിയ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങി. വേദനയോടുകൂടിയാണെങ്കിലും എല്ലാവരും ഇതിനെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. മാത്രവുമല്ല, അവയവ ദാനം വിപുലീകരിക്കുന്നതിനും കൂടുതൽ അവയവദാന രംഗത്തേക്ക് ആളുകൾ കടന്നു വരുന്നതിനുമൊക്കെ ചെറിയ കുഞ്ഞ് ആലിൻ്റെ ഈ അവയവദാനം വലിയ മാതൃകയായി മാറിയിരുന്നു. എന്തായിരുന്നാലും ആലിൻ വിട പറഞ്ഞതിന് ശേഷമുള്ള ആദ്യ സ്കൂൾ വർഷമാണ്. ആ സ്കൂൾ വർഷത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ കീഴിലുള്ള സപ്ലൈകോ എന്തായിരുന്നാലും ആലിനെ മറന്നില്ല. ആലിൻ എന്നുള്ള ബ്രാൻഡ് നെയിമിലാവും സപ്ലൈകോ ഇത്തവണ നോട്ട്ബുക്കുകൾ പുറത്തിറക്കുന്നത്. ഇവയുടെ ഔദ്യോഗികമായ പ്രകാശന കർമ്മം നാളെ സപ്ലൈകോയുടെ ചുമതലയുള്ള മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിക്കും. ആലിൻ്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ മാതാപിതാക്കൾ ഉൾപ്പെടെ ഈ ചടങ്ങിൽ പങ്കെടുക്കും. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ കൈകളിലേക്കാണ് നോട്ട്ബുക്ക് എത്തുന്നത്. നമുക്കറിയാം, ഒരു നോട്ട്ബുക്ക് ആദ്യമായി കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ അതിനെ മണത്തു നോക്കും, അല്ലെങ്കിൽ ഒരുപാട് സ്നേഹിക്കും. അങ്ങനെ ആലിൻ്റെ ഓർമ്മകൾക്ക് എക്കാലവും ജീവൻ വയ്ക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.